Dear friends, welcome to all. This is Srikumar with you. വിവിധ കാരണങ്ങളാൽ കുറച്ച് ദിവസമായിട്ട് എനിക്ക് നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ കഴിഞ്ഞില്ല. Anyway, today I am here to discuss an important thing. That means a particular word that will be useful for your English communication. Okay, let us start. അപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞു വന്നത്? ഒരു ചെറിയൊരു വാക്കാണ് ഇന്നത്തെ ഡിസ്കഷൻ എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, എന്നാൽ അത് പല വിധത്തിൽ ഉപയോഗിക്കും. അതിൻ്റെ ഒരു ചെറിയ ഡിസ്കഷനാണ്. കൂടുതലൊന്നും പറയാതെ തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് അതിലേക്ക് പോവാം. മീൻ, ഈ വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. എന്താണ്? അർത്ഥമാക്കുക, ഉദ്ദേശിക്കുക. ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട അതിൻ്റെ മീനിങ്. ഇത് കൂടാതെ മാത്തമാറ്റിക്സിൽ അതിന് വേറെ അർത്ഥമുണ്ട്, ശരാശരി എന്നല്ല. പിന്നെ ഒരു 10-25 മീനിങ്ങുകൾ ഡിക്ഷണറി നോക്കിയാൽ കാണാം. ഏതായാലും അത് വിടുക. ഈ രണ്ട് മീനിങ്ങുകളും നമുക്ക് ഒന്ന് നോക്കാം. ഇത് എവിടെയാണ് ഉപയോഗിക്കുന്നത്? ഒന്നെന്ന് പറയുന്നത് നമ്മൾ സംസാരിക്കുന്ന അവസരത്തിൽ, പ്രത്യേകിച്ച് ഇംഗ്ലീഷ്, എന്തെങ്കിലും തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ ഐ മീൻ, അതായത് ഞാൻ ഇന്നതാണ് അർത്ഥമാക്കി എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നെ കറക്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ഒരു രക്ഷപ്പെടൽ. പലപ്പോഴും പലരും സംസാരിക്കുന്നത് നിങ്ങൾ കേട്ട് കാണും, ഐ മീൻ, ഐ മെന്റ് എന്നൊക്കെ. അതുകൊണ്ട് നമുക്കിന്ന് അതെന്താണെന്ന് നോക്കാം. ഓക്കെ, അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലെറ്റ് us സ്റ്റാർട്ട്. മീൻ, ഞാൻ അതിൻ്റെ അർത്ഥം പറഞ്ഞു കഴിഞ്ഞു. അർത്ഥമാക്കുക അല്ലെങ്കിൽ ഉദ്ദേശിക്കുക. അതിൻ്റെ അടുത്ത രണ്ട് ഫാമും നമ്മൾ അറിഞ്ഞിരിക്കണം. മീൻ, മെന്റ്, മെന്റ്, MEANT, മെന്റ്. മീൻ്റെ ഒന്ന് വായിക്കരുത്. അതാണ് ഒന്നാമത്തെ പാഠം. ഇനി അതെങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. ഐ മീൻ, ഞാൻ അർത്ഥമാക്കുന്നു. ഹീയോ ഷിയോ അല്ലെങ്കിൽ ഇറ്റോ വരികയാണെങ്കിൽ അത് സബ്ജക്റ്റ് ഒരാളാണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ വെർബിൻ്റെ കൂടെ ഒരു എസ് കൂടെ ചേർത്താൽ അത് ഗ്രാമർ യോജിച്ച് വരും. അതായത് സിംഗുലർ വെർബ് വേണം ഉപയോഗിക്കാൻ. എല്ലാ വെർബുകളും പ്ലൂറലായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. അതിനെ സിംഗിളാക്കണമെങ്കിൽ അതിൻ്റെ കൂടെ എസ് അല്ലെങ്കിൽ ES ചേർക്കണം. അതാണ് സാധാരണ റൂൾ. അതുകൊണ്ട് ഹീ മീൻസ് എന്ന് വരും, ഒരു എസ് കൂടെ കയറി വരും. ഷീ മീൻസ്. ഇറ്റ് വന്നാലും ഒരാളെ ഒന്നിനെ കുറിച്ചായതുകൊണ്ട് മീൻസ് എന്ന് നമ്മൾ പ്രയോഗിക്കും. അപ്പോൾ അത് രണ്ടും കഴിയും. നെക്സ്റ്റ് പാർട്ട്. ഐ മെന്റ് ടു കാൾ യു യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ നിങ്ങളെ വിളിക്കാൻ ഉദ്ദേശിച്ചു. ഐ മെന്റ്, കഴിഞ്ഞു പോയ കാര്യമാണ്. ഐ മെന്റ് ടു കാൾ യു യെസ്റ്റർഡേ. ഐ ഡോണ്ട് മീൻ ഇറ്റ് ദ വേ ദേ തിങ്ക്. അവർ ചിന്തിക്കുന്ന പോലെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ ദേ തിങ്കിന് മാറ്റി ഹീ ആക്കിയാൽ ഹീ തിങ്സ് എന്ന് വരും. അപ്പൊ നമ്മൾ ഇവിടെ തോന്നി ഐ ഡോണ്ട് മീൻ ഇറ്റ് ദ വേ ദേ തിങ്ക്. അപ്പൊ അതിന് പകരം ഹീ ആക്കാം, ഷീ ആക്കാം. അങ്ങനെ ഓരോന്നും നമുക്ക് മാറ്റാം. നെക്സ്റ്റ്. ഹീ ഡസൻറ്റ് മീൻ ഇറ്റ് ദ വേ യു തിങ്ക്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന, നിങ്ങൾ ആലോചിക്കുന്ന പോലെയല്ല അവൻ ഉദ്ദേശിക്കുന്നത്. ഹീ ഡസൻറ്റ് മീൻ ഇറ്റ് ദ വേ യു തിങ്ക്. രണ്ട് സെൻസും കൃത്യമായിട്ട് പഠിച്ചു. ഈ ഡൂവും ഡസും കയറി വരികയാണെങ്കിൽ അത് പ്രസന്റ് ആയിരിക്കും. എൻ്റെ മീനിങ് ഇപ്പം നടക്കുന്നതിനെ കുറിച്ചായിരിക്കും. നെക്സ്റ്റ്. ഐ ആം മെൻ ടു കാൾ ഹിം. ഐ ആം മെൻ ടു കാൾ ഹിം. ഐ മീൻ പഠിച്ചു, ഐ മെന്റ് പഠിച്ചു. ഇനി ഐ ആം മെൻ ടു കാൾ ഹിം. ഇതിൻ്റെ അർത്ഥവും വിളിക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് വെളിയിൽ നിന്നുള്ള ഒരു കമ്പൽഷൻ അല്ലെങ്കിൽ ഒരു പുഷ്, ഒരു നിർദ്ദേശം കൂടെ ഇതിനകത്തുണ്ട്. അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. മൈ മാനേജർ ടോൾഡ് മീ ടു ഫോളോ അപ്പ്. എൻ്റെ മാനേജർ ഫോളോ അപ്പ് നടത്താൻ പറഞ്ഞു. സോ ഐ ആം മെന്റ് ടു കാൾ ഹിം ടുഡേ. സോ ഐ ആം മെന്റ് ടു കാൾ ഹിം ടുഡേ. മാനേജർ പറഞ്ഞുകൊണ്ട് ഞാൻ അവനെ ഇന്ന് വിളിക്കാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ മാനേജറുടെ ഒരു പുഷ് അതിനകത്തുണ്ട്. അപ്പോൾ അതൊരു പാസീവ് പോലെയാണ്. അത് നമ്മൾ പ്രശ്നമാക്കണ്ട. പക്ഷെ അത് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മളൊന്ന് അറിഞ്ഞിരിക്കുക. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ ഐ മീൻ പഠിച്ചു, ഐ മെന്റ് പഠിച്ചു, ഐ ആം മെന്റ് അതും പഠിച്ചു. അപ്പം ഇങ്ങനെ പ്രയോഗിക്കുന്നതിന് പകരം വേണമെങ്കിൽ വളരെ ഈസി ആയിട്ട് മൈ മാനേജർ ടോൾഡ് മീ ടു ഫോളോ അപ്പ്, സോ ഐ ഡിസൈഡഡ് ടു കാൾ ഹിം ടുഡേ. അവനെ ഇന്ന് വിളിക്കാൻ ഞാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞാലും ആ മീനിങ് തന്നെ വരും. പക്ഷെ ഇങ്ങനെ ഒരു പ്രയോഗം വന്നാൽ നമ്മളത് അറിഞ്ഞിരിക്കണം. അതിനുവേണ്ടി മാത്രമാണ് പറഞ്ഞത്. ഓക്കെ, ദിസ് ഈസ് ശ്രീകുമാർ സൈനിങ് ഓഫ്.
Until meet again with another interesting video in a short period of time. Thank you.